എല്ലാവർക്കും കുഞ്ഞാമിനാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വളരെ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. കാരണം എൻ്റെ നെഫ്യൂ അയാൻ അഹമ്മദിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്പെഷ്യൽ ചോക്ലേറ്റ് ബ്രൗണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും പ്ലസ് ബർത്ത്ഡേൻ്റെ കുറച്ച് വീഡിയോസും കൂടി ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ബർത്ത്ഡേൻ്റെ കുറച്ച് ഞങ്ങളുടെ ഒരുക്കങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഈ റെസിപ്പി നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. പിന്നെ മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് കാണാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ സിമ്പിളായിട്ടുള്ള ചോക്ലേറ്റ് ബ്രൗണി ആദ്യം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ ചോക്ലേറ്റ് ബ്രൗണി ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തന്നെ ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ 75 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും ദെൻ 100 ഗ്രാം ബട്ടറും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതൊന്ന് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം. ഒന്നുകിൽ നിങ്ങൾക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി മെൽറ്റാക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് മൈക്രോവേവിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. അപ്പോൾ നമ്മളുടെ ബട്ടറും ഡാർക്ക് ചോക്ലേറ്റും കൂടിയിട്ട് ഞാൻ ഓവനിൽ വെച്ചിട്ടാണ് കേട്ടോ ചൂടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഇപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് കിട്ടാത്തവർക്ക് നോർമൽ നമ്മളുടെ ഡയറി മിൽക്കൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഇതിലോട്ട് 45 ഗ്രാം പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മൾ നോർമൽ ഷുഗർ പൊടിച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഒരു വിസ്കർ യൂസ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സ്പാച്ചില യൂസ് ചെയ്താലും മതിയാവും. അടുത്തതായിട്ട് നമ്മൾ ഇതിലോട്ട് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. ദെൻ അത് തമ്മിൽ നല്ല ഒന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കുക വിസ്കർ യൂസ് ചെയ്തിട്ട് തന്നെ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇൻഗ്രീഡിയൻസും അതിൻ്റെ ക്വാണ്ടിറ്റിയും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ നല്ല ഒരു ഗ്ലൈസിങ് വന്നിട്ടുണ്ട്, നല്ല തിളങ്ങുന്നുണ്ട് നമ്മളുടെ ബാറ്റർ ഇപ്പോൾ. നെക്സ്റ്റ് ഇത് മാറ്റി വെച്ച ശേഷം നമ്മൾ വേറൊരു ബൗളിൽ നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇതിലേക്ക് 1/4 കപ്പോളം മൈദമാവ് ചേർത്ത് കൊടുക്കുക. ദെൻ ഇതിലേക്ക് നമ്മൾ 1/4 കപ്പ് കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും ഒരുമിച്ച് ചേർത്ത് കൊടുക്കുക, എന്നാലാണ് അതൊന്ന് കമ്പൈൻ ആവുള്ളൂ. ദെൻ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ അരിച്ചെടുക്കാൻ. ദെൻ അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ദെൻ നല്ലോണം ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നമ്മൾ ഈ പൊടി അരിച്ചെടുക്കുക. അങ്ങനെ നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മളിപ്പോൾ അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു വെറ്റ് ഇൻഗ്രീഡിയൻ്റ് ഉണ്ടല്ലോ, ബട്ടറും ചോക്ലേറ്റും കൂടി മെൽട്ടാക്കിയത്, അതിലേക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുക. ദെൻ അത് തമ്മിൽ നമ്മളൊന്ന് കമ്പൈൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് ഇട്ട് കൊടുക്കുമ്പോൾ ഒരുമിച്ച് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അത് കട്ട പിടിക്കും. അപ്പോൾ ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. ഈ ഒരു ബാറ്റർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബീറ്ററൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒരു സ്പാച്ചില അല്ലെങ്കിൽ വിസ്കർ ഉണ്ടായാൽ മതിയാവും. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ ആ ഒരു ബാറ്റർ ഇപ്പോൾ മിക്സായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ എക്സ്ട്രാ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കണമായിരുന്നു, പക്ഷെ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഫ്ലേവർ വേണമെങ്കിൽ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ബാറ്റർ ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലായില്ല, നല്ലൊരു സിൽക്കി സ്മൂത്തി ആയിട്ടുള്ള ഒരു ഗ്ലോയിങ് ആയിട്ടുള്ള ബാറ്ററായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നമ്മളുടെ ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബേക്കിംഗ് ടിന്ന് ഗ്രീസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ ഇട്ടിട്ട് പിന്നെ എഗെയിൻ ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുകയാണ് ബെറ്റർ. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നല്ലോണം ബട്ടർ യൂസ് ചെയ്തിട്ട് ഗ്രീസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ദെൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കംപ്ലീറ്റ് ബാറ്റർ ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ദെൻ എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ട് നമ്മൾ ആദ്യം ഒന്ന് ടാപ്പ് ചെയ്യുക. പിന്നെയും എയർ ബബിൾസ് അതിൽ കാണുന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്കൊക്കെ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരഞ്ഞിട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ബ്രൗണി എന്ന് പറയുന്നത് കേക്കിൻ്റെ അത്രയും കട്ടി ഉണ്ടാവില്ല, പക്ഷേ ഒരു 7 ഇഞ്ച് കേക്ക് ടീനൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതിലേക്ക് ഈ ഒരു ബാറ്റർ കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന കേക്ക് ടീന് കറക്റ്റ് ഇഞ്ച് നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ 6 ഇഞ്ച് 7 ഇഞ്ചൊക്കെ ആണെങ്കിൽ ഇത് കറക്റ്റ് കിട്ടും, ആ ഒരു തിക്നെസ് ബ്രൗണിയുടേതെന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഇത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 20 മിനിറ്റ്സ് 170 ഡിഗ്രിയിൽ ഇട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വെച്ചിട്ട് നമ്മൾ 170 ഡിഗ്രിയിൽ തന്നെ ഒരു 40 മിനിറ്റ്സ് ബേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓവനില്ലാത്തവർ ഒരു പാൻ എടുത്തിട്ട് അതിലൊരു റിങ് ഇട്ട് കൊടുത്തിട്ട് ദെൻ അതിൻ്റെ മുകളിൽ നമ്മൾ ഈ കേക്ക് ടിൻ എടുത്തിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് ഒരു മിനിമം ഒരു 45 മിനിറ്റ്സിൽ ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും സ്റ്റൗവിൽ വെച്ചിട്ട്. അങ്ങനെ നമ്മളുടെ ബ്രൗണി ഇപ്പോൾ ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ഒരു ഈക്വലായിട്ടുള്ള സൈസിൽ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ മുറിച്ചെടുക്കുക, അല്ലെങ്കിൽ അത് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കത്തി യൂസ് ചെയ്തിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മളുടെ ബ്രൗണി കംപ്ലീറ്റ് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു പീസ് എടുത്തിട്ട് നോക്കാം എങ്ങനെ ആയിട്ടുണ്ട് ഈ ബ്രൗണി എന്നുള്ളത് കേട്ടോ. ഭയങ്കര മോയിസ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രൗണിയാണിത്. പിന്നെ ഈ ക്യാമറയുടെ ലൈറ്റിങ് കാരണം കുറച്ച് ബ്രൗണിഷ് ആയിട്ടാണ് ഇത് കാണുമ്പോൾ തോന്നുന്നത് വീഡിയോയിൽ. പക്ഷേ ഇത് ആക്ച്വലി കുറച്ച് ഡാർക്കിഷ് കളറാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ പിക്ക് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലാണല്ലോ ബർത്ത്ഡേക്ക് നമ്മൾ കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ട് തോന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ക്രീമിങ്ങിൻ്റെ. അപ്പോൾ അത് നമ്മൾ വൈറ്റ് ചോക്ലേറ്റിൽ കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡബിൾ ബോയിൽ മെത്തേഡ് വഴി നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിൽ കളർ ആഡ് ചെയ്ത് കൊടുത്ത് പിങ്കും ബ്ലൂവും. ദെൻ അതാണ് നമ്മളിവിടെ ഇങ്ങനെ ലൈൻസ് പോലെ അതിൻ്റെ ടോപ്പിൽ വരച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളുടെ സൂപ്പർ ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള ബ്രൗണി, ചോക്ലേറ്റ് ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടോപ്പിൽ നമ്മൾ ഫുട്ബോളിൻ്റെ അതുപോലെ തന്നെ ഡോട്ട്സിൻ്റെ ഒക്കെ പിക്ക് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബർത്ത്ഡേൻ്റെ വിശേഷങ്ങൾ കാണാം. ഇതിൽ ആ ബ്ലൂ ആൻഡ് ആ നട്ടി ബബിളിൻ്റെ കേക്കാണ് അതിൻ്റെ ബർത്ത്ഡേ കേക്ക്. ഇതൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ. ലഡും ചോക്ലേറ്റും പിന്നെ പുറത്തുനിന്ന് വാങ്ങിയതാണ്. ബർത്ത്ഡേയുടെ അന്ന് ആയോന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് സാൻഡ്വിച്ച് കേക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഭാബി ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ ഈ പിക്കിലുള്ളത്. ദെൻ ആയിൻ്റെ വക ഡാൻസ് ഉണ്ടായിരുന്നു നമ്മുടെ പണിപാളി. അപ്പോൾ അതാണ് ഈ കാണുന്നത്. അപ്പോൾ ഡാൻസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ അവിടെ കാട്ടിയിട്ടുള്ളൂ. ഫുള്ള് കാട്ടാനുള്ള ആ ഒരു ലെങ്ത്ത് കൂടി പോകും, അതുകൊണ്ട് കാട്ടിയിട്ടില്ല. പിന്നെ ഇച്ചുവിൻ്റെ ഒരു സോങ് ഉണ്ടായിരുന്നു കേട്ടോ, സെയിം പാട്ട് തന്നെ. അത് ഞങ്ങൾ കേക്ക് മുറിച്ച് എല്ലാവരും വന്നിട്ട്, അപ്പോൾ നമ്മൾ ബ്ലൂ കേക്കാണ് മെയിനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ എല്ലാവർക്കും ആയി കൊടുത്തു. then അതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഫുഡ് കുഴിമന്തിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല ചിക്കൻ കുഴിമന്തി ആയിരുന്നു. അപ്പോൾ കുഴിമന്തിയുടെ റെസിപ്പി ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, കണ്ടിട്ടില്ലാത്തവർ കണ്ടോ. ദെൻ നട്ടി ബബിൾ കേക്ക് ഉണ്ടല്ലോ, അത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ കേക്കും കൂടി ലാസ്റ്റ് നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം മുറിച്ചു. ദെൻ എല്ലാവരും പോയി. അപ്പോൾ കുറച്ച് പിക്സ് ഞാനിതിൻ്റെ. അപ്പോൾ ആയുന് ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഫിഷും ഫിഷ് ബോളും ആണ്. അപ്പോൾ അതാണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും ഈ ചോക്ലേറ്റ് ബ്രൗണിയുടെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ദെൻ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ദെൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു. ഇനി ആയുവിൻ്റെ ഡാൻസിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടി ലാസ്റ്റ് വെക്കുന്നുണ്ട്, അത് കണ്ടു നോക്കാം.